നിലവിലെ കേന്ദ്ര ഗവൺമെന്റ് ഹിന്ദി രാഷ്ട്രഭാഷയാക്കാനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നടത്തുന്നുണ്ട്. അതിന്റെ പേരിൽ പല സംസ്ഥാനങ്ങളുമായിട്ട് നടക്കുന്ന പല രീതിയിലുള്ള തർക്കങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇന്ത്യയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഇങ്ങനെ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ പ്രതികരിച്ചിട്ടുള്ള കൂട്ടരാണ്. 1960 കാലഘട്ടത്തിൽ ദക്ഷിണേന്ത്യയിൽ പല സ്ഥലത്തും കാര്യമായ പ്രതിഷേധ പരിപാടികൾ അങ്ങനെ നടന്നിരുന്നു. അങ്ങനെ ആ കാലഘട്ടത്തിൽ നടന്ന പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിലുള്ള ഒരു ഫിക്ഷണൽ സ്റ്റോറിയാണ് സുധാ കൊങ്ങരയുടെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള പരാശക്തിയിൽ നമ്മൾ കാണുന്നത്. ഏതാണ്ട് 60 വർഷങ്ങൾക്ക് ഇപ്പുറം ചരിത്രം വീണ്ടും ആവർത്തിക്കുന്നു എന്നൊരു പ്രത്യേകത നിലവിലുള്ളതുകൊണ്ട് ഈ സിനിമയുടെ പ്രമേയത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. പക്ഷേ 2-2.5 മണിക്കൂറിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ പറയാൻ നോക്കുന്ന, കച്ചവട സിനിമ ആവാനും നോക്കുന്ന ഒരു സിനിമയാണ് പരാശക്തി. അതുകൊണ്ട് തന്നെ തിരക്കഥയിലൂടെ പ്രേക്ഷകരിൽ ഉദ്ദേശിച്ചൊരു വികാരം സൃഷ്ടിക്കാൻ ഈ സിനിമയ്ക്ക് സാധിക്കുന്നില്ല. 60കളുടെ തുടക്കത്തിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ കേന്ദ്രത്തിൽ നിന്ന് ശ്രമം നടന്നപ്പോൾ അതിനെതിരെ തമിഴ്നാട്ടിൽ വിദ്യാർത്ഥികളുടെ ഒരു പ്രക്ഷോഭം ഉണ്ടായി. ട്രെയിനിന് തീയൊക്കെ ഇട്ട ഈ ഒരു സംഭവത്തിന് നേതൃത്വം കൊടുത്തത് ചേഴിയൻ എന്ന വിദ്യാർത്ഥി നേതാവാണ്. സർക്കാർ തൽക്കാലത്തേക്ക് ഈ നീക്കത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയും പ്രതിഷേധത്തിൽ ചില നഷ്ടങ്ങൾ പ്രതിഷേധിച്ചവർക്കും സംഭവിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഈ ഒരു വിപ്ലവം മെല്ലെ അവസാനിച്ചു. കുറച്ച് വർഷങ്ങൾക്കിപ്പുറം കേന്ദ്ര സർക്കാർ വീണ്ടും ഇതേ ഉദ്ദേശവും കൊണ്ട് വന്നപ്പോൾ വീണ്ടും പ്രതിഷേധമുണ്ടായി. ആ ഒരു പ്രതിഷേധം എത്തരത്തിലാണ് രൂപം മാറിയത് എന്നതാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. പരാശക്തിയുടെ ഒരു സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ വളരെ ക്ലാസിക് ആയിട്ടുള്ള ടെംപ്ലേറ്റ് ആണ്. സ്വന്തം ഉള്ളിലുള്ള ഒരു ഇമോഷണൽ കോൺഫ്ലിക്റ്റ് കാരണമാണ് നമ്മുടെ നായകൻ പൂർണ്ണമായിട്ടും പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങാത്തത്. അത് തരണം ചെയ്ത് അയാൾ ഇറങ്ങുന്നതായിരിക്കും പടത്തിലെ സിനിമാറ്റിക് മൊമെന്റ് എന്നത് സിനിമ തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇവിടെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇതിലെ പാക്കേജിംഗ് ആണ്. ഒരു പൊങ്കൽ പടം ആക്കണം എന്നൊരു ചുമതല കൂടി സുധാ കൊങ്ങരയുടെ മുന്നിലുണ്ട്. കഥയിലെ നുവാൻസുകളൊന്നും ശ്രദ്ധിക്കാത്ത BC സെൻറ്ററിലെ ഓഡിയൻസിനെയും തൃപ്തിപ്പെടുത്തേണ്ട ഒരു ബാധ്യതയുണ്ട് പടത്തിന്. അതുകൊണ്ട് പ്രധാനപ്പെട്ട പ്ലോട്ട് പോയിന്റുകൾക്ക് നടുവിലുള്ള സ്ഥലങ്ങളിൽ അണ്ണൻ തമ്പി പാസവും അസ്ഥാനത്ത് പാട്ട് പാടുന്ന റൊമാൻസും ഒക്കെ കാണിക്കേണ്ടി വരുന്നുണ്ട്. കഥയിലേക്ക് കാര്യമായി കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത രീതിയിലുള്ള ക്രൗഡഡ് ആയിട്ടുള്ള എലമെന്റുകൾ അങ്ങനെ സിനിമയിലേക്ക് വരികയാണ്. റിയൽ സംഭവങ്ങളെയും കഥാപാത്രങ്ങളെയും ബേസ് ചെയ്തുകൊണ്ട് മണിരത്നം ഇരുവർ ഉണ്ടാക്കിയതുപോലെ ഒരു സിനിമ ഒരുക്കാനുള്ള ഒരു അവസരമാണ് സത്യം പറഞ്ഞാൽ സുധാ കൊങ്ങരയ്ക്ക് പരാശക്തി എന്ന സിനിമ. ഇരുവർ പോലെ ഒരു സിനിമ കഥാപാത്രങ്ങളിലേക്കും കഥയിലേക്കും പൂർണ്ണമായിട്ടും ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ പരാശക്തിക്ക് കഥ ഏത് രീതിയിൽ പറയണമെന്നതിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. പടത്തിന്റെ അവസാന ഭാഗത്തേക്ക് 60കളിൽ സമരം ചെയ്യുന്ന നായകനും കൂട്ടരും ഒരു ഒപ്പ് ശേഖരണം നടത്തുന്നത് കാണിക്കുന്നുണ്ട്. അതിൽ ഒരു സീനിൽ ഒരു കൂട്ടം ആളുകൾ മലയാളി 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 എന്ന് മുദ്രാവാക്യം വിളിക്കുകയും ഒരു ബംഗാളി വനിത ഏക്ലോ ചൊലോരെ എന്ന പാട്ട് പാടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ ലൗഡായിട്ടുള്ള പരിപാടികൾ ഒരു സുധാ കൊങ്ങര സിനിമയിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. അമിതമായി ബ്യൂട്ടി ഷോട്ട് പോലെ തോന്നിക്കാത്ത രീതിയിൽ റെട്രോ കാലഘട്ടത്തെ ഒപ്പിയെടുക്കാൻ രവി കെ ചന്ദ്രന് സാധിച്ചിട്ടുണ്ട്. പരമാവധി റിയൽ ലൊക്കേഷനുകളിൽ കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാനാണ് സുധാ കൊങ്ങര ശ്രമിച്ചിട്ടുള്ളത്. പക്ഷെ അതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ചില സ്ഥലങ്ങളിൽ പൂർണ്ണമായിട്ടും ഗ്രീൻ സ്ക്രീൻ ഇട്ട് ഷൂട്ട് ചെയ്യേണ്ടി വരുന്ന അവസ്ഥ വരുമ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം വളരെയധികം പ്രകടമാണ്. വലിയ സ്കെയിലിലുള്ള ചില സ്റ്റണ്ട് മൊമെന്റുകളൊക്കെ മോശം കട്ടുകൾ കാരണം വൗ ഫാക്ടർ ഇല്ലാത്തവയായിട്ട് മാറുകയാണ്. ഒരു 6-7 വർഷത്തെ കഥയാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ സിനിമയുടെ ക്യാൻവാസ് സാമാന്യം വലുതാണ്. സബ്പ്ലോട്ടുകൾ അനാവശ്യമാണെന്ന് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല. ഈ പറയുന്ന ഭാഷയുടെ രാഷ്ട്രീയം പറയുന്നത് കൊണ്ട് അതിൻ്റെ പല പല ഇംപ്ലിക്കേഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സബ്പ്ലോട്ടുകൾ ഉപയോഗിക്കുന്നത്. പക്ഷെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഒരു കഥാപാത്രത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ അയാളുടെ പേർപ്പസ് എന്താണ്, അയാൾ എന്ത് ചെയ്യും, അയാളുടെ ഭാവി എന്തായിരിക്കും എന്നതൊക്കെ നമുക്ക് ഊഹിക്കാനും പറ്റും. സിനിമ അതേ വഴിക്ക് തന്നെ പോവുകയും ചെയ്യും. പകുതി തമിഴനായ വില്ലനെ ഉപയോഗിച്ചിട്ട് അവർ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഡ്രാമയൊക്കെ ഒട്ടും ആവേശം ഉണ്ടാക്കുന്നില്ല. അരാഷ്ട്രീയവാദികളായിട്ടുള്ള ഒരുപാട് പേർക്ക് ഈ ഒരു ഭാഷാ ഡിബേറ്റിനെ കുറിച്ച് വലിയ ധാരണ ഉണ്ടാവില്ല. അത്തരത്തിലുള്ള ആളുകൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ രാഷ്ട്രഭാഷ അടിച്ചേൽപ്പിക്കാൻ നോക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കണം, എന്തുകൊണ്ട് അതൊരു അസമത്വം രാജ്യത്ത് കൊണ്ടുവരും എന്നതിൻ്റെ ഒരു ക്യാപ്സ്യൂൾ ഇൻഫർമേഷനായിട്ട് ഈ സിനിമ ഒരർത്ഥത്തിൽ ഗുണം ചെയ്യുന്നുണ്ട്. ചേഴിയൻ എന്ന കഥാപാത്രമായിട്ട് വരുന്നത് ശിവകാർത്തികേയനാണ്. ഒരു നേതാവാകാൻ മടിച്ചിട്ടാണ് ആ കഥാപാത്രം നേതാവാകുന്നത്. സോ അതല്ലാത്ത സ്പേസുകളിൽ അയാൾ ചേട്ടനും കാമുകനും മകനും ഒക്കെയാണ്. അങ്ങനെയൊക്കെ ആകുമ്പോഴുള്ള സീനുകളിൽ ശിവകാർത്തികേയൻ മികച്ചു നിൽക്കുന്നുണ്ട്. പക്ഷേ ആളുകളിൽ ആവേശം സൃഷ്ടിക്കേണ്ട ഡയലോഗുകൾ പറയേണ്ട രംഗങ്ങളൊക്കെ വരുമ്പോൾ അഭിനയിച്ച് ഫലിപ്പിക്കാൻ ശിവകാർത്തികേയൻ ബുദ്ധിമുട്ടുന്നുണ്ട്. പ്രധാന വില്ലനായിട്ടുള്ള രവി മോഹന്റെ കാസ്റ്റിംഗ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ചില സീനുകളിലൊക്കെ ഒട്ടും മനുഷ്യപ്പറ്റില്ലാത്തൊരു വില്ലനായിട്ട് പുള്ളിയെ കാണുന്നത് ഒരു ഫ്രഷായ കാഴ്ചയായിരുന്നു. ഒരുപക്ഷെ സിനിമയിലെ ഓപ്പണിംഗ് സീക്വൻസ് കാര്യമായൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാത്തത് കൊണ്ടായിരിക്കാം തിരു എന്ന കഥാപാത്രത്തിന്റെ ഉള്ളിലെ വെറുപ്പിന് വലിയ ആഴമൊന്നും തോന്നിയില്ല. ശ്രീലീലയ്ക്ക് ഒരു ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നില്ല. സംഭവം ആ കഥാപാത്രത്തിന് ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ ഒരു റോളുണ്ട്. ആ കഥാപാത്രത്തിന് വ്യക്തിപരമായ ഒരു പേഴ്സണൽ ആർക്ക് ഉണ്ട്. പക്ഷേ ഭഗവൻ കേസരിയിൽ ആങ്സൈറ്റി കാണിച്ച അതേ അഭിനയമാണ് ശ്രീലീല ഇവിടെയും കാഴ്ചവെക്കുന്നത്.
പറഞ്ഞാലൊട്ടും കേൾക്കാത്ത ചോരത്തിളപ്പ് കൂടിയ യുവരക്തത്തെയാണ് അഥർവ അവതരിപ്പിക്കുന്നത്. വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കഥാപാത്രമാണെങ്കിലും അതിലേക്ക് ഒരു ജീവൻ കൊണ്ടുവരാൻ അഥർവയ്ക്ക് സാധിക്കുന്നുണ്ട്. ക്യാരക്ടർ റോളുകളിലും ഗസ്റ്റ് റോളുകളിലുമായിട്ട് നിരവധി പേർ ഈ സിനിമയുടെ ഭാഗമായിട്ടുണ്ട്. എന്നിരുന്നാലും ഒരു കാര്യം പറയാതെ വയ്യ, ആകപ്പാടെ 15 സെക്കൻഡ് അടുത്ത് മാത്രം വരുന്ന റോൾ കൊണ്ട് തിയേറ്ററിൽ ഒരു ഓളം സൃഷ്ടിക്കാൻ ബേസിൽ ജോസഫിന് സാധിക്കുന്നുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഹിന്ദിയിൽ രംഗ് ദേ ബസന്തി എന്ന സിനിമയുണ്ടാക്കിയ ഒരു ഇമ്പാക്ട് തമിഴിൽ സൃഷ്ടിക്കാൻ പറ്റുമായിരുന്ന ഒരു സിനിമയായിരുന്നു പരാശക്തി. രംഗ് ദേ ബസന്തി ആളുകളിൽ ഒരു ഇമോഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ക്രാഫ്റ്റ് ചെയ്തപ്പോൾ പരാശക്തി ഭാഷാ തർക്കത്തിലെ ആർഗ്യുമെന്റുകളെയും ഫാക്റ്റുകളെയും ചേർത്ത് വെച്ച് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരാശക്തി സതുദ്ദേശപരമായ ഒരു സിനിമയാണ്. പക്ഷെ നമ്മളിൽ എന്തെങ്കിലും രീതിയിൽ ഒരു ഇമോഷണൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ സിനിമയായിട്ട് മാറാൻ പരാശക്തിക്ക് സാധിക്കുന്നില്ല. ഇത്രയും നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഈ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും തമ്മിലുള്ള ഭാഷാ വിഷയത്തിലുള്ള തർക്കം എന്താണെന്ന് നിങ്ങൾക്ക് ഒരു ധാരണയുമില്ലെങ്കിൽ, അതായത് ഉദയനിധി സ്റ്റാലിൻ്റെ പ്രശസ്തമായ ഹിന്ദി തെരിയാതെ പോടാവെന്ന് നിങ്ങൾ കേട്ടിട്ടേയില്ലെങ്കിൽ, ഒരു പൊളിറ്റിക്കൽ ജനറൽ നോളജ് ഉണ്ടാക്കാനുള്ള ബാലപാഠമായിട്ട് ഈ പടത്തിനെ കാണാം. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്